ഈശോയിൽ പ്രിയമുള്ളവരെ, ഇത് മാർച്ച് മാസം. ആഗോള സഭ മാർച്ച് മാസം പ്രത്യേകമായി തിരുസഭയുടെ പാലകനായ വിശുദ്ധ യൗസേപ്പിതാവിന് പ്രത്യേകമായ വണക്കം കൊടുത്ത് സ്തുതിച്ചു കൊണ്ടാടുന്ന മാസമാണ്. തിരുസഭയുടെ പാലകൻ, കുടുംബങ്ങളുടെ സംരക്ഷകൻ, നന്മരുടെ മധ്യസ്ഥൻ, തൊഴിലാളികളുടെ മധ്യസ്ഥൻ, കന്യാവ്രതക്കാരുടെ കാവൽക്കാരൻ, എത്രയോ വിശേഷണങ്ങളിലാണ് വിശുദ്ധ യൗസേപ്പിതാവ് വണങ്ങപ്പെടുക, അറിയപ്പെടുക. തീർച്ചയായും യൗസേപ്പിതാവിൻ്റെ മഹനീയത സഭയിൽ ഏറെ പ്രാധാന്യത്തോടെ സ്തുതിച്ച് കൊണ്ടാടപ്പെടേണ്ടതാണ്. നമുക്കറിയാം, 2020 ഡിസംബർ 8 മുതൽ 2021 ഡിസംബർ 8 വരെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ സഭയിൽ യൗസേപ്പിതാവ് വർഷമായി ആചരിക്കുവാൻ ആഹ്വാനം ചെയ്തു. യൗസേപ്പിതാവിൻ്റെ വർഷമായി പ്രഖ്യാപിച്ചു. പക്ഷേ വേണ്ടത്ര രീതിയിൽ ആ പ്രഖ്യാപനം നമ്മൾ സ്വീകരിച്ചോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എന്താണ് മാർപ്പാപ്പ യൗസേപ്പിതാവിൻ്റെ വർഷം പ്രത്യേകം പ്രഖ്യാപിക്കാൻ കാരണം? 1870 ഡിസംബർ 8 9-ാം പീയൂസ് പാപ്പ വിശുദ്ധ യൗസേപ്പിതാവിനെ തിരുസഭയുടെ പരിപാലകനായും മധ്യസ്ഥനായും പ്രഖ്യാപിച്ചതിൻ്റെ 150-ാം വാർഷികമായിരുന്നു 2020 ഡിസംബർ 8, 2021 വരെ. അതുകൊണ്ടാണ് യൗസേപ്പിതാവിൻ്റെ വർഷമായി ആചരിക്കുവാൻ ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്തത്. പിതൃഹൃദയത്തോടെ എന്നൊരു അപ്പസ്തോലിക ലേഖനം കൂടി ഇതിനോടൊപ്പം പാപ്പ പുറത്തിറക്കി. അതിൽ പാപ്പ പറയുന്നത്, എന്തുകൊണ്ടാണ് യൗസേപ്പിതാവിൻ്റെ വർഷം കൊണ്ടാടുന്നതിന് കാരണം? യൗസേപ്പിതാവ് തിരുസഭയുടെ പാലകനാണ്, കുടുംബങ്ങളുടെ സംരക്ഷകനാണ്, നന്മരുടെ മധ്യസ്ഥനാണ്, തൊഴിലാളികളുടെ മധ്യസ്ഥനാണ്, കന്യാവ്രതക്കാരുടെ കാവൽക്കാരനാണ്. മറ്റെല്ലാ വിശുദ്ധർക്കും ഓരോരോ പ്രത്യേകമായ മധ്യസ്ഥ ശക്തിയുണ്ടെങ്കിൽ ആഗോള സഭ ഇതാ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. യൗസേപ്പിതാവിനോട് മധ്യസ്ഥം വിളിക്കുമ്പോൾ എല്ലാ തുറകളിലേക്കും ശക്തമായ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് പ്രാർത്ഥന നൽകി ദൈവത്തിൽ നിന്നും അനുഗ്രഹം വാങ്ങി യൗസേപ്പിതാവ് നമുക്ക് നൽകുന്നു. തൻ്റെ പുത്രനിൽ നിന്നും നമുക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും യൗസേപ്പിതാവ് വാങ്ങിത്തരുമെന്നാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്, വിശുദ്ധർ നമ്മളെ സാക്ഷ്യമായി നൽകുന്നത്. അപ്പോൾ പാപ്പ പറയുകയാണ്, എന്തുകൊണ്ടാണ് യൗസേപ്പിതാവിൻ്റെ വർഷം പ്രഖ്യാപിക്കുവാൻ പരിശുദ്ധാത്മാവ് നിവേശിപ്പിച്ചത്? പ്രിയരെ, അത് മറ്റൊന്നുകൊണ്ടുമല്ല, തിരുസഭയുടെ പാലകനായ യൗസേപ്പിതാവ് ഈ ആനുകാലിക തലങ്ങളിൽ സഭയിൽ കടന്നുകൂടുന്ന പ്രതികൂലമായ സംഘർഷഭരിതമായ അവസ്ഥകളുണ്ട്. ചിലയിടങ്ങളിലൊക്കെ നമുക്കറിയാം, ഉത്തരം കിട്ടാത്ത ചോദ്യമെന്ന പോലെ സഭയിൽ പ്രശ്നങ്ങൾ ഉയരുന്നു. എല്ലായിടത്തും അശാന്തി, അസമാധാനം എല്ലാം നിറയുമ്പോൾ യൗസേപ്പിതാവ് ശാന്തതയുടെ അപ്പനാണ്. ഈ തിരുസഭയുടെ അപ്പനായ പാലകനായ യൗസേപ്പിതാവിനെ നമ്മൾ വിളിക്കുമ്പോൾ, പ്രിയരെ, എവിടെയും സ്വച്ഛതയുടെയും ശാന്തതയുടെയും നിറവ് ആയി യൗസേപ്പിതാവ് കടന്നു വരും. മാത്രമല്ല, യൗസേപ്പിതാവിനെ തിരുസഭയുടെ പാലകനായി കാണുന്ന എന്താണ്? ഹേറോദേസിൻ്റെ വാളിൽ നിന്നും യൗസേപ്പിതാവാണ് ദിവ്യകാരുണ്യനാഥനെ, ഈശോയെയും പരിശുദ്ധ അമ്മയെയും കാത്തുപാലിച്ചത്. അതെ, ഹേറോദേസിൻ്റെ വാളിൽ നിന്നും ഈ ദിവ്യ ശിശുവിനെ, പരിശുദ്ധ അമ്മയെ യൗസേപ്പിതാവ് കാത്തുപാലിക്കുക. അപ്പോൾ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ് സഭ. അപ്പോൾ ഈ സഭയെ കാത്തുപാലിച്ചവൻ, കാത്തുപാലിക്കുന്നവൻ എന്നാണ് യൗസേപ്പിതാവിനെ സഭ ഓർമ്മിപ്പിക്കുന്നത്, അല്ലെങ്കിൽ യൗസേപ്പിതാവിനെ കുറിച്ച് സഭ ആഹ്വാനം തരുന്നത്. തീർച്ചയായും സഭാമക്കൾ വളരെ കരുതലോടെ, ഉണർവോടെ, ആശ്രയബോധത്തോടെ ഈ അപ്പൻ്റെ അടുത്ത് അഭയം തേടേണ്ടതുണ്ട്. എത്രയോ സുഹൃത പുണ്യങ്ങളാണ് യൗസേപ്പിതാവിലൂടെ നമ്മൾ പഠിക്കാൻ കഴിയുന്നത്. നമുക്കറിയാമല്ലോ, മത്തായിയുടെ സുവിശേഷത്തിൽ 1:20, 1-ാം അധ്യായം 20-ാം വാക്യം, കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. ദൂതൻ എന്താ ചെയ്യുന്നത്? സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുക. വീണ്ടും കാണുന്നുണ്ട് മത്തായി 22-ാം അധ്യായം 13-ാം വാക്യം,
കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് മത്തായി 2-ാം അധ്യായം 19-ാം വാക്യം. ഈജിപ്തിൽ വെച്ച് കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് മത്തായി 2:22 കാണുന്നുണ്ട്, സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് ജോസഫ് ഗലീലയ ദേശത്തേക്ക് പോയി. പ്രിയമുള്ളവരെ, സ്വപ്നത്തിൽ ദൂതൻ അറിയിപ്പ് കൊടുക്കുകയാണ്. എന്താണതിനർത്ഥം? എപ്പോഴും ജോസഫ് ഉറക്കമായിരുന്നാണോ? അല്ല. ജോസഫിൻ്റെ നിദ്ര എന്ന് പറയുന്നത് ദൈവാശ്രയ ബോധത്തിൻ്റെ ആഴമായ ഒരു അനുഭവമായിരുന്നു. ഇത് നമ്മൾ ധ്യാനിക്കുമ്പോൾ ചിന്തിക്കേണ്ടതുണ്ട്. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ ഉറക്കമുണ്ടോ പ്രിയരെ? എത്രയോ പേരാണ് ഉറക്കമില്ല. എൻ്റെ പൊന്നച്ചോ പ്രാർത്ഥിക്കണം, രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്തെല്ലാം ആകുലതകളാണ്, ഉത്കണ്ഠകളാണ്. മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ, ഉത്കണ്ഠകൾ, കടബാധ്യതയുടെ വഴി അങ്ങനെ. അതുപോലെ തന്നെ മക്കളുടെ വിവാഹം നടന്നിട്ടില്ല, ജോലിയില്ല, വീട് വിൽക്കാൻ പറ്റുന്നില്ല, വീട് പണിയാൻ പറ്റുന്നില്ല. സ്വകാര്യമായി ഒരുപാട് നൊമ്പരങ്ങളുടെ നെരിപ്പോടുകൾ എരിയുമ്പോൾ പ്രിയമുള്ളവരെ ഉറങ്ങാൻ കഴിയുന്നില്ല മനുഷ്യന്. പ്രത്യേകിച്ച് ഈ ആനുകാലിക തലങ്ങളിൽ സംഘർഷഭരിതമാണ് ലോകം. ഇവിടെയാണ് എപ്പോഴും ദൂതൻ്റെ ഈ അറിയിപ്പ് നമ്മൾ കാണുന്നു. സ്വപ്നത്തിൽ നിന്നുണർന്നു യോസേപ്പ്. അതിനർത്ഥം എന്താ? അവൻ നിദ്രയിലായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ തച്ചൻ ഈ മരപ്പണിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ക്ഷീണിതനായി സുഖമായി കിടന്നുറങ്ങും എന്നർത്ഥം. സുഖമായി കിടന്നുറങ്ങും. കാരണം അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. വചനം പറയുന്നുണ്ട്, സങ്കീർത്തനം 3-ാം അധ്യായം 5-ാം വാക്യം, ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു, എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. എത്രയോ ആഴപ്പെട്ട പ്രത്യാശയുടെ വചനമാണ് പ്രിയമുള്ളവരെ അത്. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു, എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ആകുലതകളോ ഉത്കണ്ഠകളോ നമ്മുടെ മാനസിക വ്യഥകളോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും കർത്താവേ, ഞാൻ നാളെ എന്നാ ചെയ്യുന്ന പിള്ളേരുടെ കാര്യം, ഇതല്ല പ്രിയരെ. നമ്മുടെ ദൈവം ശക്തനാണ്, നമ്മുടെ ദൈവം കഴിവുള്ളവനാണ്, നമ്മുടെ ദൈവം പരിപാലകനാണ്, നമ്മുടെ സൃഷ്ടാവ് നമ്മളെ കണ്ണിമ ചിമ്മാതെ കാത്തിരിക്കുന്നവനാണ്. നമ്മൾ പ്രത്യാശയിലേക്ക് വളരണം എന്ന് പറഞ്ഞാൽ സുഖമായി കിടന്നുറങ്ങണമെന്ന്. സുഖമായി കിടന്നുറങ്ങണമെന്ന്. അതെന്തുകൊണ്ടാ? എൻ്റെ ദൈവം എന്നെ പരിപാലിക്കും, എൻ്റെ ദൈവം എന്നെ വഴി നടത്തും, എൻ്റെ മക്കളുടെ കാര്യം കർത്താവ് ഇടപെടും, എൻ്റെ കടബാധ്യതയിൽ എൻ്റെ ദൈവത്തിന് കണ്ണുണ്ട്, എൻ്റെ ദൈവം ഒന്നും അറിയാതെയല്ല. ഈ അവസ്ഥയിൽ നമ്മുടെ ഹൃദയം ഉറപ്പിക്കണമെന്നാണ് ഈ യൗസേപ്പ് പിതാവ് ആഹ്വാനം ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോഴും യൗസേപ്പ് പിതാവിൻ്റെ ഹൃദയം എവിടെയാണ് സൂം ചെയ്യുന്നത്? പിതാവായി ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക്. അതുകൊണ്ടാണ് ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ എഴുന്നേൽക്കുകയും ആ ദൂതനെ ശ്രവിക്കുകയും ചെയ്യുന്നത്. അതിലൂടെ ദൈവത്തിൻ്റെ ഹിതം അരുളപ്പാടായി അവൻ അമ്പാടെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഹൃദയത്തിൽ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയവും സ്വച്ഛമായി ശാന്തമായി ഉറങ്ങുമ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്നുള്ള അവബോധവും വിശ്വാസവും ഹൃദയ പ്രത്യാശയും നമ്മൾ ഉണ്ടാകണമെന്ന് ചുരുക്കം. വീണ്ടും വചനം പറയുന്നുണ്ട്. എന്താ? സങ്കീർത്തനം 4:8 പറയുന്നുണ്ട്, ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും, എന്തെന്നാൽ കർത്താവേ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. അങ്ങു തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൽ നമ്മുടെ യൗസേപ്പ് പിതാവ് സുരക്ഷിതത്വം കണ്ടു. ആ മറിയത്തെയും ശിശുവിനെയും ഈ ദൈവം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ യൗസേപ്പിന് ബോധ്യമുണ്ട്, ഈ കുടുംബത്തെ നയിക്കുന്നത് ഭരിക്കുന്നത് പിതാവായ ദൈവമാണ്, എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നതാ. അപ്പോൾ നമ്മൾ മാതാപിതാക്കളൊക്കെ എപ്പോഴും തിരിച്ചറിയണം, നമ്മുടെ കഴിവോ നമ്മുടെ പ്രാഗൽഭ്യമോ നമ്മുടെ നൈപുണ്യമോ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ സമ്പത്തോ ഒന്നും അല്ലല്ലോ പ്രിയരെ. ദൈവത്തിൻ്റെ കരുണയാണ് നമ്മളെ നയിക്കുന്നത്, നമ്മുടെ മക്കളെ ഭരിക്കുന്നത്, നമ്മുടെ കുടുംബത്തെ നിയന്ത്രിക്കുന്നത്, നമുക്ക് ആവശ്യമായതെല്ലാം തരുന്നത്. ആ വലിയ എളിമയിലേക്ക് ഹൃദയം തുറന്നുകൊണ്ട് ആ ശാന്തതയിൽ ഹൃദയം സ്വച്ഛമാക്കുമ്പോൾ പ്രിയരെ ജീവിതം ധന്യമായി, ജീവിതം അഭിഷേകമായി. വീണ്ടും വചനം പറയുന്നത് എന്താ? സങ്കീർത്തനം 127:2 പറയുന്നു, അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവനം നയിക്കുന്നതും വ്യർത്ഥമാണ്. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. ഇത് വചനം തെറ്റിദ്ധരിക്കരുത്.
അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണെന്ന് വചനം പറയുമ്പോൾ രാവിലെ എഴുന്നേൽക്കരുതെന്നല്ല അർത്ഥം, വൈകി കിടക്കരുതെന്നും അല്ല അർത്ഥം, കഠിന പ്രയത്നം ചെയ്യരുതെന്നും അല്ല അർത്ഥം. പക്ഷേ ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവമേ ഇനി എന്നാ ചെയ്യുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ഇനി എൻ്റെ കാര്യം ഇനി എന്നാ ചെയ്യുന്നു, ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന ആകുലതയും ഉത്കണ്ഠയും നിറഞ്ഞുകൊണ്ട് രാത്രി ഉറക്കമില്ല, എന്നിട്ടോ ഒരു വിധത്തിൽ കിടക്കും, എന്നിട്ട് രാവിലെ എഴുന്നേൽക്കും. കാരണം എന്തോ ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ളതാ. പിന്നെയോ ഇതെല്ലാം ചെയ്ത് ക്ഷീണിച്ച് തളർന്ന് വൈകി കിടന്നുറങ്ങും. അതിനർത്ഥം എന്നാണെന്നറിയാമോ? ഞാൻ എന്നിൽ ആശ്രയിക്കുന്നു, എൻ്റെ കഴിവുകൊണ്ടാണ്, ഞാൻ വേണം ഇതെല്ലാം ചെയ്യാൻ, ഞാനല്ലേ ചെയ്യാനുള്ളൂ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഇതെല്ലാം ചെയ്യണ്ടേ, ഉത്തരവാദിത്വമില്ലേ. ഇനി എന്താ? തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് വേണ്ടത് നൽകുന്നു. പ്രിയമുള്ളവരെ, എന്ത് ചെയ്യണം? ജോലി വേണം, ഒരുപക്ഷെ നേരത്തെ ഉണരണം. അവിടെയൊക്കെ എൻ്റെ ദൈവം എന്നെ നയിക്കുന്ന ആ സ്നേഹോർജം ഹൃദയത്തിൽ നിറയ്ക്കണം, പ്രത്യാശ ഹൃദയത്തിൽ നിറയ്ക്കണം, വിശ്വാസം ഹൃദയത്തിൽ നിറയ്ക്കണം. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞാൻ ഉണരുമ്പോൾ അങ്ങ് ഇന്ന് മുഴുവൻ എന്നെ നയിക്കണമേ, അവിടുത്തെ പരിശുദ്ധാത്മാവ് എന്നെ ശക്തിപ്പെടുത്തട്ടെ. ഞാൻ തളരില്ല ദൈവമേ, ഞാൻ പതറില്ല കർത്താവേ, അങ്ങ് എൻ്റെ കൂടെയുണ്ട്, അങ്ങ് എനിക്ക് ബലം തരും, എൻ്റെ മക്കളെ അങ്ങ് പരിപാലിക്കും. അങ്ങനെയുള്ള വിശ്വാസത്തിൽ നമ്മുടെ ദിനചര്യകൾ ചെയ്യുക. ഇനി വളരെ വൈകിക്കിടക്കുന്നു, കാരണം എന്താ? എൻ്റെ കഴിവ്, ഞാനിതെല്ലാം ചെയ്തു, എന്നിട്ടോ ക്ഷീണിച്ച് തളർന്നു കിടന്നുറങ്ങും. വചനം എന്താ പറയുന്നത്? കഠിന പ്രയത്നം ചെയ്ത് ഉപജീവനിക്കുന്നത് വ്യർത്ഥമാണ്. അതായത് ജീവിതം മുഴുവൻ ജോലി ജോലി ജോലി, പണി, എന്നാ ചെയ്യണം, എല്ലാം ഈ വ്യഗ്രത, ആകുലത, ഉത്കണ്ഠ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെയാണ് യൗസേപ്പ് പിതാവ് എന്ന തച്ചൻ വെല്ലുവിളിയായി മാറുന്നത്. സ്വർഗമേൽപ്പിച്ച ലോകത്തിൽ ഏറ്റവും മഹോന്നതമായ കാര്യമാണ് ദൈവപുത്രനെ പരിപാലിക്കുന്നത്. അതായത് ലോകരക്ഷകനെ സംരക്ഷണം ഏറ്റെടുക്കുക. ഈ അപ്പൻ പതറിയില്ല, രാവും പകലും എന്നതുപോലെ പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. പണിശാലയിൽ തച്ചൻ്റെ ജോലി ചെയ്യുന്നുണ്ട്, മരമറുക്കുന്നുണ്ട്, ആണി തറയ്ക്കുന്നുണ്ട്, ഇത് പലകൾ ചേർത്ത് പിടിക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. അധ്വാനിക്കരുതെന്നല്ല, പക്ഷേ ആ അധ്വാനത്തിലെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃപ ചൊരിയണം. നമ്മുടെ എല്ലാ ജോലികളിലും ദൈവത്തിൻ്റെ കൃപയുണ്ടാകണം. ദൈവനീതിയിലായിരിക്കണം ഓരോ ചില്ലിക്കാശും ഞാനും നിങ്ങളും വാങ്ങേണ്ടത്. അല്ലാതെ ഈ യൗസേപ്പ് പിതാവിൻ്റെ ആ ജീവിതത്തിൽ നിന്നും വഴുതി മാറി നമ്മുടെ ജീവിതം ആകുലതയും ഉത്കണ്ഠയും ടെൻഷനും നിറഞ്ഞു, ഉറക്കമോ ഇല്ല, ഭക്ഷണമോ ഇല്ല, തീറ്റയില്ല, ആഹാരവും ഇല്ല, ഇതെല്ലാം അവസാനം ജീവിതം രോഗബാധിതമായി തളർന്നുലഞ്ഞ്, രോഗം വരികയെന്നല്ല കേട്ടോ, എല്ലാവർക്കും ഒരു രീതിയിൽ മറ്റു രോഗം വരും. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഈ വ്യഗ്രത കൊണ്ടും നമ്മുടെ ആകുലത കൊണ്ടും നമ്മുടെ ഉത്കണ്ഠ കൊണ്ടും ഒരിക്കലും ഈ ജീവിതം ഈ നിരാശയിലും വിഷാദത്തിലും തളർന്നു പോകാനല്ല. മറിച്ച് ഈശോ എന്താ പറയുന്നത്? യോഹന്നാൻ 14:1 പറയുന്നു, എന്താ പറയുക? നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം എപ്പോഴും പ്രത്യാശാഭരിതമാകുവാൻ യൗസേപ്പ് പിതാവ് ഇതാ തുറന്നു കാണിക്കുക തൻ്റെ ജീവിതം. അവൻ ഉറക്കത്തിൽ ഉണരുകയാ ദൂതൻ്റെ നിർദ്ദേശം കേൾക്കാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ഉറക്കമാണ് യോസഫിൻ്റേതെന്ന്. നമ്മുടെയൊക്കെ ഉറക്കം എങ്ങനെയാ? വിശുദ്ധമായ ഉറക്കമാണോ? പലപ്പോഴും നമുക്കറിയാം, രാത്രി ഏറെ വൈകി കിടന്നാലും നമ്മൾ ആ മൊബൈലിൽ അന്നത്തെ കാര്യങ്ങളും വാർത്തകളും മുഴുവൻ, അല്ലെങ്കിൽ കാഴ്ചകൾ കണ്ട് കേൾവികൾ കണ്ട് അതിൻ്റെ ആലസ്യത്തിൽ പലപ്പോഴും അതങ്ങ് മാറ്റിവെച്ച് അവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോകും. എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ വാർത്തകളും ലോകത്തിൻ്റെ കാഴ്ചകളും കേൾവികളും ഒരു പക്ഷേ ശുദ്ധമായി വ്യാപരിച്ചൊന്നുറങ്ങേണ്ട എൻ്റെ മനസ്സിനെ കലുഷിതമാക്കും. പ്രിയരെ, മനഃശാസ്ത്രപരമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവൻ കിടന്നുറങ്ങുമ്പോൾ അവൻ കാണുന്ന കേൾക്കുന്ന കാഴ്ചകൾ അവൻ്റെ ഉറക്കത്തെ, ഒരുപക്ഷെ അവൻ്റെ ജീവിതത്തിലെ മുന്നോട്ടുള്ള പ്രയാണങ്ങളെപ്പോലും നന്മയാണെങ്കിൽ അത് നന്മയുടെ വഴിയിലും തിന്മയാണെങ്കിൽ ജീർണതയുടെ തലങ്ങളിലേക്കും നീക്കുമെന്ന് മനഃശാസ്ത്രം പോലും പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ലോകത്തിൻ്റെ പാഴ്വാക്കുകളോ ലോകത്തിൻ്റെ മോഹങ്ങളോ ലോകത്തിൻ്റെ തെറ്റായ ആശയങ്ങളോ അല്ല ഞാൻ കിടന്നുറങ്ങുമ്പോൾ സാംശീകരിക്കേണ്ടത്. മറിച്ച് കർത്താവിൻ്റെ ജീവൻ നൽകുന്ന വചനം,
കർത്താവിൻ്റെ ജീവൻ നൽകുന്ന വചനം മനനം ചെയ്യുക. മാധ്യമങ്ങളിലൂടെ ദൈവത്തിൻ്റെ വചനഗീതങ്ങൾ അതൊക്കെ കേട്ടങ്ങ് ഉറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചലനം ജ്വലനമായി നമ്മുടെ ഹൃദയത്തെ ഭരിക്കും, നയിക്കും. അങ്ങനെ കിടന്ന ജോസഫിനാണ് ദൂതൻ ദർശനം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ജോസഫിൻ്റെ ഉറക്കം പോലും വിശുദ്ധമായ ഉറക്കമാണെന്ന്. പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാമല്ലോ നമ്മുടെ ജീവിതം വിശുദ്ധമായി പരിപാലിക്കുന്ന പരിശുദ്ധ അമ്മയും യൗസേപ്പ് പിതാവും. നമുക്കറിയാം, സ്പെയിനിൽ 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ധന്യയായ മേരി അഗേർത്ത, ധന്യയാണ് സ്പെയിനിൽ 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മിസ്റ്റിക്ക. അപ്പോൾ ആ ധന്യയോട് ഈശോ പ്രത്യക്ഷയായി പറഞ്ഞു, എൻ്റെ വത്സല പിതാവ് യൗസേപ്പ് പിതാവിനോട് നീ ഏറെ ഭക്തിയുള്ളവളായിരിക്കുക. അത് മാത്രം പോരാ, യൗസേപ്പ് പിതാവിൻ്റെ മഹിമ നീ സ്തുതിച്ചു കൊണ്ടാടണം. കാരണം എൻ്റെ വത്സല പിതാവിൻ്റെ മഹിമ മനുഷ്യമക്കൾക്ക് അറിയില്ല. അത്രയും ശ്രേഷ്ഠനാണ് എൻ്റെ പിതാവ് യൗസേപ്പ്. അതുകൊണ്ട് മകളെ, നീ യൗസേപ്പ് പിതാവിൻ്റെ മഹിമ വർണ്ണിക്കണം. ഇനി യൗസേപ്പ് പിതാവിൻ്റെ ഭക്തിയിൽ വളരുന്നവർക്ക് സ്വർഗം നൽകുന്ന ഒരു 7 ആശയങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ വാഗ്ദാനങ്ങളുണ്ട്, ആനുകൂല്യങ്ങൾ, സ്വർഗീയ ആനുകൂല്യങ്ങൾ. അതെന്താണെന്നറിയാമോ? 1, ശുദ്ധത എന്ന പുണ്യം സംരക്ഷിക്കുവാനും അത് നഷ്ടപ്പെടുന്ന അപകട സാഹചര്യങ്ങളിൽ നിന്ന് പിന്മാറുവാനും അനുഗ്രഹം ലഭിക്കും. യൗസേപ്പ് പിതാവിനുള്ള ഭക്തി ശുദ്ധതയിൽ നമ്മളെ വളർത്തുന്നു. പ്രിയരെ, നമ്മുടെ മക്കളെ യൗസേപ്പ് പിതാവിൻ്റെ ശക്തമായ കരത്തിൽ കൊടുക്കണം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും വിശുദ്ധ യൗസേപ്പിൻ്റെ നിർമ്മല ഹൃദയത്തിനും യൗസേപ്പ് പിതാവിൻ്റെ കരങ്ങൾ കൊടുക്കുമ്പോൾ ഈശോയെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർത്തിയ യൗസേപ്പ് പിതാവ് നമ്മുടെ മക്കളെ വളർത്തും, വിശുദ്ധിയിൽ വളർത്തും. ശുദ്ധത എന്ന പുണ്യം ശ്രദ്ധിക്കണം. അപ്പോൾ ശുദ്ധത എന്ന പുണ്യം എന്ന് പറയുമ്പോൾ അത് മക്കൾക്ക് മാത്രമല്ല, എല്ലാ മക്കൾക്കും. നമുക്കറിയാമല്ലോ, അൽമായരായ സഹോദരങ്ങൾ, ഇനിയോ സന്യാസിനിമാര്, കന്യാവ്രതക്കാരുടെ കാവൽക്കാരനായ യൗസേപ്പ് പിതാവ്, നിത്യപുരോഹിതനായി ഈശോയെ വളർത്തിയവനായ യൗസേപ്പ് പിതാവ്. അപ്പോൾ അൽമായരായിക്കൊള്ളട്ടെ, സന്യാസിനിമാരായിക്കൊള്ളട്ടെ, വൈദികരായിക്കൊള്ളട്ടെ, പ്രിയരെ, ഈ യൗസേപ്പ് പിതാവിൻ്റെ ആ ആശ്രയബോധത്തോടെ യൗസേപ്പ് പിതാവിനെ അണയുമ്പോൾ ശുദ്ധത എന്ന പുണ്യത്തിൽ വളരാൻ പറ്റും. 2, പാപത്തിൽ നിന്നും മോചനം ലഭിക്കുവാനും ദൈവകൃപ വീണ്ടെടുക്കുവാനുമുള്ള ശക്തമായ സഹായം ലഭിക്കും. യൗസേപ്പ് പിതാവ് ഭക്തി, യൗസേപ്പ് പിതാവ് സഹായിക്കും. പാവമോചകനായി ഈശോയുടെ അരികിൽ പ്രാർത്ഥിക്കും. ഇനി 3, പരിശുദ്ധ കൂദാശകളോടും പരിശുദ്ധ കന്യാമറിയത്തോടും തിരുസഭയോടും ഹൃദയത്തുറവിയും സ്നേഹാദരവുകളും. തിരുസഭയുടെ പാലകനായി നമ്മളെ തിരുസഭയെ സ്നേഹിക്കാൻ യൗസേപ്പ് പിതാവ് പഠിപ്പിക്കുന്നു. കൂദാശകളോട് പരിശുദ്ധ അമ്മയോടൊക്കെ യൗസേപ്പ് പിതാവ് വഴി വലിയ സ്നേഹം തോന്നും. ഇനി 4, നന്മരണം ലഭിക്കുകയും മരണസമയത്ത് ദുഷ്ടാരൂപികളുടെ ഭയങ്കര ആക്രമണങ്ങളിൽ നിന്നും പ്രത്യേക സംരക്ഷണം ലഭിക്കുകയും ചെയ്യും. 5, എൻ്റെ യൗസേപ്പ് പിതാവേ എന്ന് ഉച്ചരിക്കുമ്പോൾ ധൈര്യവും തീഷ്ണതയും ലഭിക്കാൻ തുടങ്ങും. 6, ആരോഗ്യമുള്ള ശരീരവും ആകുലതകൾ നീങ്ങി ആശ്വാസം നിറഞ്ഞ മനസ്സും ലഭ്യമാകും. 7, തളർന്നുലഞ്ഞു പോയ കുടുംബങ്ങൾക്ക് യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം വഴി ശാന്തി സമാധാനം കൈവരും. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, തുടർന്നു വരുന്ന ദിവ്യകാരുണ്യ ആരാധനാ സമയത്ത് യൗസേപ്പ് പിതാവ് വഴി നമ്മുടെ കുടുംബങ്ങളും ഹൃദയങ്ങളും ആ നന്മ നിറഞ്ഞ ആ സ്നേഹവാത്സല്യം അനുഭവിക്കാൻ ഇടയാകത്തക്കവണ്ണം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങാം. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്തുകൊണ്ട്
കൂടെ വസിക്കുന്ന സ്നേഹമാണ് ദിവ്യകാരുണ്യം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ സവിധെ ഞങ്ങളിതാ ഒന്ന് ചേർന്നിരിക്കുന്നു. പ്രത്യേകിച്ച് വിശുദ്ധ യൂസേപ്പിതാവിൻ്റെ ദിവ്യമായ മാധ്യസ്ഥത്തിലൂടെ അങ്ങയിലേക്ക് ഞങ്ങളുടെ ഹൃദയം ചേർക്കുന്ന ഈശോയെ, അങ്ങയെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർത്തിയ യൂസേപ്പിതാവ്, വിശുദ്ധ യൂസേപ്പിതാവെ, ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും അങ്ങ് ചേർത്ത് പിടിച്ച് ഈശോയിലെത്തിക്കണമേ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ദിവ്യകാരുണ്യ സവിധയെ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. ഈശോ അരുളി ചെയ്യുന്നില്ലേ, യോഹന്നാന്റെ സുവിശേഷം 14:1 നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. നല്ല ഈശോയ്ക്ക് അതാണ് പറയാനുള്ളത്. ഒന്നിനെക്കുറിച്ച് നീ ആകുലപ്പെടേണ്ട, നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. നമ്മുടെ യൂസേപ്പിതാവ് പഠിപ്പിക്കുന്നതല്ലേ, സ്വച്ഛമായി ശാന്തമായി എല്ലാം മറന്നുറങ്ങി യൂസേപ്പിതാവ് തൻ്റെ തൊഴിലെല്ലാം ചെയ്ത് രാത്രിയിൽ സുഖമായി ഉറങ്ങുന്നു. ആ നിദ്രയിൽ പോലും ദൈവഹിതത്തിലേക്കാണ് ഹൃദയം തുറന്നത് യൂസേപ്പിതാവ്. അതുകൊണ്ടാണ് ദൂതൻ അറിയിപ്പുമായി വന്നപ്പോൾ നിദ്രയിൽ ഉണർന്ന് ദൈവഹിതത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ വാക്കുകൾക്ക് വേണ്ടി ഹൃദയം തുറന്നത് യൂസേപ്പിതാവ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരാം. ഒന്നെത്തി നോക്കാം. നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ എത്രമാത്രം ആകുലതയും ഉത്കണ്ഠയുമാണ് എന്നെ ഭരിക്കുന്നത്. സത്യത്തിൽ ഉറക്കം വരാത്ത എത്രയോ രാത്രികൾ, ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് എന്ന പോലെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ തളർന്നു പോകുന്നില്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളറകൾ? നമ്മുടെ ജീവിതത്തിൻ്റെ ചുവടുകൾ പതറിപ്പോകുന്നില്ലേ? അതുകൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ട എത്രയോ മക്കൾ ആകുലത, ഉത്കണ്ഠ, വ്യഗ്രത, ഭാരപ്പെടൽ, ഒറ്റപ്പെടുത്തലേ അവസ്ഥ, കുറ്റപ്പെടുത്തലേക്കുന്ന അവസ്ഥ. കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. പ്രിയരെ, യൂസേപ്പിതാവ് ശാന്തമായി എല്ലാം ദൈവത്തിൽ അർപ്പിച്ച് ഉറങ്ങിയതുപോലെ, ഉണർന്നപ്പോൾ ദൈവഹിതം തേടിയതുപോലെ നമ്മുടെ ജീവിതവും കർത്താവിൽ അർപ്പിക്കണം. നമ്മുടെ ജീവിതവും കർത്താവിൽ പ്രത്യാശ വെക്കണം. ഇത് പ്രത്യാശയുടെ വർഷമാണല്ലോ. പ്രത്യാശയുടെ തീർത്ഥാടകരായി ചുവടുകൾ വെക്കേണ്ട ജീവിതമാണല്ലോ നമ്മുടേത്. അതെ, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതനാണ്. അവൻ്റെ പ്രത്യാശ കർത്താവ് തന്നെ. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം വിശുദ്ധ യൂസേപ്പിതാവിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ, അല്ലെങ്കിൽ കരങ്ങൾ വഴി ദൈവകരങ്ങൾക്ക് കീഴിലേക്ക് സമർപ്പിക്കാം. യൂസേപ്പിതാവിൽ ആ തണലിൽ ഈശോ വളർന്നതുപോലെ, ഈശോ പറഞ്ഞില്ലേ, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. നമ്മുടെ ജീവിതവും യൂസേപ്പിതാവിൻ്റെ ശക്തമായ ആ കരത്തോട് ചേരുമ്പോൾ, ആ കരങ്ങളാൽ നയിക്കപ്പെടുമ്പോൾ ഈശോ എന്ന രക്ഷകനിലേക്ക് കടന്നു വരും. നമ്മുടെ ജീവിതവും അനുഗ്രഹ സമ്പന്നമായി മാറും. കർത്താവ് ചേർന്നു നിൽക്കും. അവിടുന്ന് അരുളി ചെയ്യുന്നു, യേശയ്യാ 43:10, ഭയപ്പെടേണ്ട മകനെ, അതെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ നിരാശ, വിഷാദം, ഉത്കണ്ഠാകുലമായ അവസ്ഥ, ആകുലത, എൻ്റെ പ്രിയ സഹോദര സഹോദരി, എന്തിനെക്കുറിച്ചാണ് നീ അസ്വസ്ഥപ്പെടുന്നത്?
എന്തിനെക്കുറിച്ചാണ് നീ ആകുലപ്പെടുന്നത്? എന്തിനെ ഓർത്താണ് നീ കണ്ണീരൊഴുക്കുന്നത്? ഇതാ കർത്താവിൻ്റെ വചനം ഗീതമായി ഉണരുന്നു. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. നമുക്ക് ശ്രമിക്കാം. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ. അതെ, ദൈവത്തിന് പറയാനുള്ളത്, എന്നോടും നിന്നോടും പറയാനുള്ളത് അതാ. നീ ഭയപ്പെടേണ്ട, നീ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട. നിന്റെ ജീവിതം പ്രത്യാശാഭരിതമാണ്. നിന്റെ ജീവിതത്തെ ഞാൻ നട്ടുനനയ്ക്കും. നിന്റെ ജീവിതത്തെ ഞാൻ പണിതുയർത്തും. നിന്റെ ജീവിതത്തെ ഞാൻ അനുഗ്രഹിക്കും. അതെ, നീ ഒരു അനുഗ്രഹമായി മാറും. അങ്ങനെ പ്രിയരെ, വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ കരം പിടിച്ച് യോസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ പ്രത്യേകമായി നമ്മുടെ ജീവിതവും ശാന്തതയുടെ, സ്വച്ഛതയുടെ, കർത്താവിൽ പ്രത്യാശ വെച്ച് ഒന്ന് സ്വസ്ഥമാകുന്നതിൻ്റെ നേർരേഖയായി, നേർസാക്ഷ്യമായി മാറട്ടെ. ഈശോയുടെ ആശീർവാദത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈശോ നമ്മളെ ആശീർവദിക്കട്ടെ. ആരാധന 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 ആരാധന